ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി കറി കണ്ടാലോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെന്ന മസാല കറിയാണ് ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കാൻ പോകുന്നത്. ഈ ഒരു കടലേക്ക് നമ്മളൊക്കെ വെള്ളക്കടല എന്ന് പറയാ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ദോശക്കും പൂരിക്കൊക്കെ കഴിക്കാൻ. ഇനിയിപ്പോൾ ഇതാ നമുക്കൊന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണേ. ഇപ്പൊ ആദ്യമായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാടൊന്നും വേണ്ട, കുറച്ചായിട്ട്. പിന്നെ അതിന് ശേഷം ഇതാ ഒരു ഉള്ളി ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഉപ്പ് അതെല്ലാം ഇട്ട് തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് ഒറ്റൊരു തക്കാളിയാണ്. ഒരു തക്കാളി, ഒരു ഉള്ളി, രണ്ട് പച്ചമുളക്. ഇതിപ്പോ ഇത് ഞാൻ കുക്കറിൽ ആ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ ഇപ്പൊ ഇത് രാവിലെ ഉണ്ടാക്കുന്നത് കൊണ്ട് രാത്രി കുതിർത്തി വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് രാത്രി അങ്ങനെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 2 മണിക്കൂർ കുതിർത്തിയാൽ മതിയെ. എന്നിട്ട് അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ കടല എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച്. ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി വന്നിട്ട് ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് നല്ല വെന്ത് വന്ന കടല അതിലിട്ട് കൊടുക്കാനേ. പിന്നെ ഇത് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട് കുറച്ച്. എന്നിട്ട് അതിപ്പോ ഇതാ മിക്സിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയാണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കടല കുറച്ച് മിക്സിയിൽ അങ്ങനെ അരച്ചിട്ട് പാർന്നു കൊടുത്താല്. ഒന്നാമത് നമ്മളെ കുട്ടികളൊക്കെ കടലൊക്കെ മാറ്റി വെക്കും. അപ്പൊ കുറച്ചിങ്ങനെ ഇതുപോലെ മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് കടല എന്താ പറയാന് നല്ലതാണല്ലോ. ഇത് ഒരു പ്രോട്ടീൻ ഉള്ള കടലാണ് ഈ ഒരു കടല. ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ ഈ ഒരു മസാലക്കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കും ദോശക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു വെള്ളക്കടല നല്ലൊരു ഹെൽത്തിയും കൂടിയാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല പ്രോട്ടീനും ഹെൽത്തിയും കൂടിയാണ്. അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇത് നല്ലൊരു വീഡിയോ ഞാൻ വരും. ബൈ.